ഹലോ കൂട്ടുകാരെ, ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയി. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എങ്കിലും ഞാൻ പറയാം. നമ്മൾക്ക് പുഴുക്ക്, പണ്ട് കാലത്ത് പുഴുക്കെന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ പുഴുക്കെന്ന് പറയും. അത് ചേന, കാച്ചിൽ, കിഴങ്ങ്, മരച്ചീനി ഇതെല്ലാം കൂടെ ഞുറുക്കി പുഴുങ്ങിയിട്ട് അത് കാന്താരി, അതുപോലെ തന്നെ ഉപ്പ്, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ ഉടച്ചിട്ട് തൈരൊക്കെ ഒഴിച്ചിട്ട് അത് മുക്കി തിന്നും. പിന്നെ അച്ചാർ, തേങ്ങ ചമ്മന്തി എന്തുവായാലും അത് നല്ല രുചിയാണ്. കിഴങ്ങ് ഒരു സൈസ് പഞ്ചസാരയുടെ പൊടിഞ്ഞുള്ള നല്ല രുചിയുള്ളതാണ്. പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിയില്ല. ഇത് ഇത്രയും വാങ്ങിയപ്പോൾ പഴയ കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു കഴിച്ചിരുന്നത്. അങ്ങനെയൊക്കെ ഉച്ച സമയത്ത് ഒരു പുഴുക്കൊക്കെ പുഴുങ്ങും, ചിലപ്പോൾ രാവിലെ, ചിലപ്പോൾ വൈകിട്ട്, അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ നല്ല രസമാണ്. അതുപോലെ പാണ്ടിച്ചേമ്പ്, വലിയ ചേമ്പ്, ചെറു ചേമ്പല്ല വലിയ ചേമ്പ്, പിന്നെ മരച്ചീനി, അങ്ങനെ പുഴുക്കുകളൊക്കെ ഉണ്ടാക്കി നമ്മൾ തിന്നാറുണ്ട്. നമ്മുടെ സ്വന്തം സ്ഥലങ്ങളിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ്, നമ്മൾ വാങ്ങുന്നതല്ല. ഇപ്പോൾ നമ്മുടെ സ്ഥലങ്ങളിലൊന്നും കൃഷിയില്ല, നമ്മൾ വാങ്ങും അത്യാവശ്യത്തിന്. അത് പണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തൈറോയിഡും ഇതൊക്കെ കൂടുതലുള്ളത്. മറ്റേത് ചുരുക്കം പേർക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഷുഗറാണെങ്കിൽ മൊത്തത്തിൽ വ്യാപിച്ചേക്കുക, കൊളസ്ട്രോളും പ്രഷറും എല്ലാം. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ അത് കഴിക്കുന്നതിന് ആർക്കും കഴിച്ചാലും അത് ബുദ്ധിമുട്ടില്ല, മറ്റ് രോഗങ്ങളില്ല, അന്യമായ ഒരു രോഗങ്ങളും ഒരു 80% വരെ ആർക്കുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ എല്ലാവരും രോഗികളാണ്. ചെറുപ്പക്കാർ മുതൽ വലിയവർ, പ്രായമായവർ വരെ രോഗികളാണ്. അത് പല രീതിയിൽ, കാലുവേദനയായാലും തേയ്മാനങ്ങളായാലും അങ്ങനെ പല രീതിയിലുള്ള രോഗങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. പുഴുക്ക് ഞങ്ങൾ കഴിക്കാനിടയായി, നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഗ്യാസിന് അത് എന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് തോന്നി, അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി വാങ്ങാനിടയായി. അത് ഞുറുക്കി അത് വേവിച്ച് ഞങ്ങൾ കഴിക്കാനിടയായി. നല്ല ടേസ്റ്റായിരുന്നു. ചമ്മന്തി, ഉണക്കമീൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിച്ചു. നമ്മുടെ സ്വന്തം സ്ഥലങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെ സ്ഥലങ്ങളിൽ തരിശായിട്ട് കിടക്കുകയാണ്. അതുപോലെ റബ്ബർ ഉള്ള ചിലരുടെ ഭൂമികളിൽ റബ്ബറാണ്, ചിലരുടെ ഭൂമികളിൽ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പന്നികൾ ഇതൊന്നും തരത്തില്ല. പന്നികൾ ഇങ്ങോട്ട് വന്നിട്ട് രാത്രി കാലങ്ങളിൽ ഓരോരുത്തർ അതിന് വേലി കെട്ടാതൊക്കെ കൃഷി ചെയ്ത സമയത്ത് അത് മനുഷ്യർ കിളച്ച് എടുത്ത് മുകളിൽ വെച്ചിരിക്കുന്നത് പോലാണ് അത് വെക്കുന്നത്. ഇപ്പം എല്ലാവരും വേലി കെട്ടി അതിനകത്താണ് കൃഷികൾ, കണ്ടത്തിലും ഒക്കെ. അപ്പം ഇപ്പം ചുരുക്കം പേരെ അങ്ങനെ കൃഷി ചെയ്യുന്നുള്ളൂ. എങ്കിലും ഇപ്പം കൃഷി കുറവാണ്. അതുകൊണ്ട് പന്നി ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുക. അങ്ങനെ കൃഷി ചെയ്താലും പന്നികൾ തരത്തില്ല. ഓരോരുത്തർ സ്ഥലമൊക്കെ കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഞാൻ പറഞ്ഞു വന്നാൽ അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. ചോറൊക്കെ കഴിക്കുമെങ്കിലും പുഴുക്കൊക്കെ ആകുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ കൂട്ടി കഴിച്ചാൽ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നല്ല ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങുവാനിടയായി, അത് കഴിപ്പാനിടയായി. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഓർത്ത് കാണും. നിങ്ങളെല്ലാവരും ഇടയ്ക്കൊക്കെ അത് വാങ്ങി പുഴുക്ക് പോലെ പുഴുങ്ങി അത് ഉപയോഗിക്കുക, നല്ലതാണ്. നമ്മളെല്ലാ ദിവസവും ഉപയോഗിക്കുന്നില്ലല്ലോ ഗ്യാസ് കയറാൻ. ഗ്യാസിൻ്റെ പ്രശ്നം പലർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് അതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരും ചോദിക്കും, എല്ലാവർക്കും അറിയത്തില്ലേന്ന് ചോദിക്കും. എങ്കിലും ഞാൻ പഴയ കാലത്തെ, പണ്ട് കാലത്തൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുപോലെ ചീനിപ്പുട്ട് അത് അരിഞ്ഞ് കഴുകി ഉണക്കി എന്നിട്ടത് ഇടിച്ച് പുട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇപ്പോൾ ഓർത്ത് പോവുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴേ.
അതുപോലെ ഉപ്പേരി ചീനി ഉണങ്ങുമായിരുന്നു, അവൽ ചീനി ഉണങ്ങുമായിരുന്നു. എന്ന് വെച്ചാൽ അത് ചീകി അരിഞ്ഞിട്ട് അത് ഉണങ്ങിയിട്ട് പിന്നെ ഇടിച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായയുടെയൊക്കെ കൂടെ കഴിക്കുമായിരുന്നു. മറ്റേ ഉപ്പേരി ചീനി എന്ന് പറയുമ്പം വറ്റിൽ ചീനി ഒന്ന് റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് അത് ചീകി അരിഞ്ഞ് വാട്ടി ഉണക്കി അത് വറക്കുമായിരുന്നു. പണ്ടത്തെ ഇതൊക്കെ പറഞ്ഞപ്പോൾ പണ്ടത്തെ രീതികളൊക്കെ ഞാൻ ഓർത്ത് പോയതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ വന്ന് കാണും. പുഴുക്കുകളും അത് കഞ്ഞി പുഴുക്ക് ചില സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഓർക്കാൻ ഇടയായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. എല്ലാവരും അത് വാങ്ങി വല്ലപ്പോഴൊക്കെ കഴിക്കുക. നമുക്ക് പണ്ടത്തെ ആ ആഗ്രഹം കൊതിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. ഗ്യാസാന്ന് പറഞ്ഞാൽ എന്ത് അസുഖമാണെന്ന് പറഞ്ഞാലും നമുക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വാങ്ങി കഴിക്കുക. ശരി, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.